അവൻ്റെ പേരാണ് ലോകം. ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഉരുണ്ട ഭൂമി അല്ല, ഇതിൽ വസിക്കുന്ന ഇവിടുത്തെ സിസ്റ്റങ്ങൾ, ഇവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ ജീവിത രീതികൾ, ഇവിടുത്തെ സൊസൈറ്റികൾ. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിൽ ഉൾപ്പെടാത്ത ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ ലോകത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഏത്? മനുഷ്യരെല്ലാവരും. അവരും അവരുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ചിന്തകളും ഭാവങ്ങളും പെരുമാറ്റങ്ങളും ടി വികളും ടി വി ഷോകളും ഈ പറഞ്ഞ സകല സാമഗ്രികളും ചേർന്ന ആ സംയുക്തത്തെയാണ് നമ്മളിപ്പോൾ ലോകമെന്ന് പറയുന്നത്. ഇതിൻ്റെ പല ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ ഇവൻ്റെ ഇൻഫ്ലുവൻസുകൾ എന്തു ചെയ്യും? ഇത് നമ്മുടെ സാധാരണ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്രൈസ്തവ ജീവിത ദോഷമായി ബാധിക്കുന്നതാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇതിൽ നിന്ന് മാറി നിൽക്കണം. കർത്താവായ യേശു അങ്ങനെ തന്നെ ഇത് ചെയ്യുകയും ചെയ്തു. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. കർത്താവ് ഇങ്ങനെ പറയും, ഞാൻ ലോകക്കാരനാകാത്തത് കൊണ്ട് ഞാൻ ലൗകികനല്ലാത്തത് കൊണ്ട് നിങ്ങളും ലൗകികന്മാരാകരുത്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്തു? നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചേക്കുക. ലോകക്കാരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ലോകക്കാരാണോ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലാണെന്നുള്ളതാണ് വിഷയം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ലോകക്കാരാണോ അതോ കർത്താവിൻ്റെ കൂടെയുള്ളവരാണോ കൂടെ അല്ലാത്തവരാണോ എന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ ആർക്കെങ്കിലും അതിന് ഒരു ഉത്തരം പറയാൻ പറ്റും. നല്ല ആത്മാർത്ഥമായിട്ട് പറയാമോ കർത്താവിൻ്റെ കൂടെ തന്നെയാണെന്ന്? അതേ ലോകത്തിൻ്റെ മോദങ്ങളിലും അതിൻ്റെ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇൻവോൾവായി അങ്ങ് പോവുകയല്ലേ നമ്മൾ? ഇതൊന്നും അറിയാതെ വിധിയായി മയക്കുമരുന്ന് അടിച്ച പോലെ അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞാലും എന്നെ ഓർപ്പിക്കണമെന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ മയങ്ങി നിൽക്കുക, വലിയ സുബോധത്തിലല്ല അപ്പോൾ നമ്മൾ പോകുന്നത്. സുബോധമുണ്ടെന്നൊക്കെ നമ്മൾ പറയും, ഭയങ്കര പണ്ഡിതന്മാരാണെന്നും അറിവുള്ളവരാണെന്നും അതറിയാവുന്ന ഇതാണെന്നും വലിയ ഉദ്യോഗമാണെന്നും ഒക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല സുബോധമുള്ളവരല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര വലിയ രക്ഷ ഒരുക്കിയിട്ടും ആ രക്ഷ അനുഭവിക്കാതെ ആ രക്ഷയുടെ സുഖവും സന്തോഷവും അതിൻ്റെ സൗഭാഗ്യങ്ങളും ആനന്ദവും അതിൻ്റെ സ്വസ്ഥതയും ഒന്നും അറിയാതെ നമ്മൾ പോകുന്നത്. ദൈവരാജ്യം ഇവിടെ തന്നെ തുടങ്ങിയിരിക്കുക. അത് സ്വർഗത്തിലെ അവിടം വരെ പോകണ്ട. ഇവിടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്ന ആ അവസ്ഥ തന്നെയാണ് ദൈവരാജ്യം. ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ കുരിശന്മേൽ മരിച്ചതും കർത്താവ് നമ്മളെ ഈ രക്ഷയിൽ വരുത്തിയതും. അത് കഴിഞ്ഞിട്ട് ആ രക്ഷിക്കപ്പെട്ട ആളുകളെ എന്ത് ചെയ്തു? അവർ വേർതിരിച്ചു. ലോകത്തിൽ നിന്നും അതിൻ്റെ സകല ഇൻഫ്ലുവൻസുകളിൽ നിന്നും അതിൻ്റെ സകല മോഹങ്ങളിൽ നിന്നും മോദങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. പിന്നെ അങ്ങനെ ചെയ്തപ്പോൾ വേറെ ഒന്നുകൂടെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ എന്തു സംഭവിക്കുന്ന പറഞ്ഞ്? നിങ്ങളെ ലോകം പകയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലോകം നമ്മളെ പകച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഇപ്പോൾ വൃത്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അവനെ അധിക്ഷേപിക്കും. അവൻ്റെ ഭക്തി കണ്ടില്ല, അവൻ എന്നും ഇപ്പോൾ പള്ളിയിൽ പോയി അടങ്ങുള്ളൂ, അല്ലെങ്കിൽ അവൻ കുറേ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ നോമ്പ് നോക്കുള്ളൂ, അവൻ്റെ ഒരു കള്ളഭക്തി കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകവും അതിൻ്റെ പിണയാളുകളും എന്ത് ചെയ്യുക? ഈ ക്രിസ്തുവിൻ്റെ സഭയെ അധിക്ഷേപിക്കുക. അവർക്ക് ഒത്തിരി എന്തുണ്ടെന്നാണ് പറഞ്ഞ്? പായിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പായിക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പായിക്കുക എന്നുള്ള മലയാളത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വൈരാഗ്യമാണ്. ക്രിസ്ത്യാനികളല്ലാത്തവർക്കെല്ലാം വൈരാഗ്യമാണ്. ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ എന്താ? ഇസ്ലാമിക് പീപ്പിളിനെല്ലാം നമ്മളോട് വൈരാഗ്യമാണ്, പകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ഒരു വശം. പിന്നെ എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ ലോകക്കാർ പിന്നെ വേറെ ഒന്നുമുണ്ട്. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കും, നമ്മളെ സ്നേഹിക്കില്ല. അപ്പോൾ അത് മാത്രമല്ല, ആ ലോകത്തിലുള്ളതിനെ എല്ലാം പിന്നെ എന്തിയോടെ ചെയ്യുന്നറിയാവോ? അത് നമ്മളെ പിടിപ്പിക്കാനും നോക്കും. ആ ലോകത്തിലുള്ള എന്തെല്ലാം മെനകേടുകളുണ്ടോ, എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം നമ്മളിൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഈസ് ദെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയേക്കും ആര്? ദൈവമായ കർത്താവ് അല്ലെങ്കിൽ വിശുദ്ധ സഭ അങ്ങനെയായിരുന്നു മുൻപ്. ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് അതിൻ്റെ അർത്ഥം എന്ന് വേണമെങ്കിൽ പറയും. പരസ്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അത് അത്ര നന്നാവില്ല. ഇപ്പോൾ പലരും ഈ ലോകത്തോട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ലോകത്തോട് താതാത്മ്യം പ്രാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്സാഹിപ്പിക്കുന്ന നേതൃത്വങ്ങളുണ്ട് ഇപ്പോഴും.
ഇതിൽ നിന്ന് കർത്താവ് നമ്മളെ വേർതിരിപ്പിച്ചതാണ്. അതൊരു കാര്യം. അതവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇനി അപ്പോസ്തലന്മാരെന്താ അതിനെപ്പറ്റി പറയുന്നതെന്നറിയാം. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, എന്താ പറയുന്നറിയാവോ? നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇത് തന്നെ യാക്കോബ് ശ്ലീഹയും പറഞ്ഞു. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൻ്റെ സ്നേഹിതനാകുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ എവിടെയാ? മറ്റവൻ്റെ ക്യാമ്പില. ഈ ലോകം എന്താണെന്നറിയാവോ? ഈ ലോകം ആരുടെ വകയാ? ആരെങ്കിലും പറയാവോ ഈ ലോകം ആരുടെ വകയാ? ഈ ലോകം പിശാചിൻ്റെ വകയാ. എന്താണെന്നറിയാവോ? എങ്ങനെയാ ഇത് കിട്ടിയെന്നറിയാവോ? കർത്താവിനോട് തന്നെ അവൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെയാന്ന് പറഞ്ഞേ. മുകളിൽ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് തരാമോ, എന്ത് ചെയ്യണം, ഒന്ന് വന്നിച്ചാൽ മതി. കർത്താവിനോട് പറഞ്ഞേ. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? ദൈവമായ കർത്താവിന് മാത്രമേ വന്നിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിന്നോട് അവനെ അടിച്ച് പുറത്തിറങ്ങി. നമ്മളോടെങ്ങാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വന്നിക്കാൻ ഈ പിശാചി പറയും ഇതെല്ലാം കൂടി തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? ഒരു 100 വന്നിന് അപ്പം തന്നെ കിട്ടിയേനെ സാത്താന്ന്, ഇല്ലേ? ഇപ്പം നമ്മൾ ഈ പറയുന്ന ഞാനും ചിലപ്പോൾ വന്നിച്ച് പോകുന്നത് എനിക്കൊരു സംശയം. ഞാൻ ചെയ്യില്ല എൻ്റെ ഒരു ഉറപ്പ് കേട്ടോ. ഇപ്പോൾ ദൈവത്തിൻ്റെ സഹായം ഉള്ളതുകൊണ്ടായി പറഞ്ഞത്. നമ്മൾ ആരെയും വന്നിക്കരുത് ദൈവത്തെ ഒഴിച്ച്. സാധാരണ മാത്രമല്ല, ഒരു മനുഷ്യനെയും വന്നിക്കരുത് ദൈവത്തെ ഒഴിച്ച്. ഇപ്പോൾ ഒത്തിരി ആരാധനകളുണ്ട്. ആരാധന എന്നാ പറയുന്നത്? ഫാൻമാരെ മമ്മൂട്ടിയുടെ ഫാൻ, മഞ്ഞാരുടെ ഫാനാ, അങ്ങനെ ഫാനാണ്. ഇവിടെ ഇല്ലല്ലോ ഫാൻ, അതായത് ആ ഫാനില്ല. അങ്ങനെ ഈ ഫാൻമാർ ഒത്തിരി ഉണ്ട്. ദൈവത്തിൻ്റെ മാത്രം ഫാനായിരിക്കേണ്ടവരാണ് നമ്മൾ. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ? ഈ ലോകത്തിൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാവോ? ഈ ലോകം നിലനിൽക്കുന്നതല്ല, ഈ ലോകം നിങ്ങൾ നിലനിൽക്കില്ല. ലോകവും അതിൻ്റെ മോദങ്ങളും അഴിഞ്ഞു പോകും. ഇതാര് പറഞ്ഞതാ? അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞതാണ്. അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞതാണ്. നമുക്കിപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് നമുക്ക് 2-3-4 അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇപ്പം നമ്മുടെ കൈവശമുള്ളൂ. ബാക്കി ഒരു 6-7 അപ്പോസ്തലന്മാരെ പറ്റി നമുക്കൊന്നുമില്ല. അവരുടെ വർക്കുകൾ എന്തായിരുന്നു എന്ന് പോലും അധികം അറിയില്ല. അവർ രക്തസാക്ഷികളായി മരിച്ചു എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ട്രഡീഷണലായിട്ട് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ മാഞ്ഞു പോകുന്ന ലോകത്തിൽ വേണ്ടി ജീവിക്കരുത്. നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിലുള്ളത് നേടാം, ലോകത്തിലുള്ളതിന് വേണ്ടിയിട്ട്. ഒന്നിൽ വലിയ വീട് നേടാൻ, അല്ലെങ്കിൽ വലിയ കാർ നേടാൻ, വലിയ ഉദ്യോഗം നേടാൻ. ഈ കൂട്ടത്തിലുണ്ടല്ലോ ഈ പരക്കം പാച്ചിനിടയ്ക്ക് നമ്മുടെ മക്കളെ പോലും നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മളുടെ മക്കൾക്ക് വേണ്ട ശുശ്രൂഷയും സ്നേഹവും കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇതും നമ്മൾ ഓർക്കണം. ഇനി ലോകത്തെ പറ്റി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങൾ വിടാൻ പോവുക. ഇത് എന്ത് മാത്രം വില കൊടുത്താണ് നമുക്ക് ഇത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഈ ലോകം നിന്നെ എൻ്റെ കൈവശായെന്നാണ് പറയുന്നത്. നിന്റെ നിമിത്തം 1:17 നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കൈവശത്തിൽ ഇരിക്കുമോ? അത് ദൈവം അപ്പം വിടും. ശപിക്കപ്പെട്ടൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ശപിക്കപ്പെടാത്തത്, അനുഗ്രഹിക്കപ്പെട്ടത്, വിശുദ്ധമായത് മാത്രമേ ദൈവത്തിന് മതിയാവുള്ളൂ. ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ എന്ത് പറ്റി? ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈ കക്ഷിക്ക് കിട്ടി. ആർക്കാ? ഈ സ്കീലൈനൂറോയ്ക്കും കക്ഷികൾക്കും കിട്ടി. അവൻ ഈ ഭൂമിയിലേക്ക് വീണപ്പോൾ പരമഭാഗ്യം. എന്താ? സകല സംഗതി അവനായിട്ട് റെഡിയായി കിടക്കുവാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാമാണ് നമുക്ക് മോചനം പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഒരു കാര്യം, ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വിലയാണ് കൊടുത്തത്? ഈ ലോകത്തിൽ നിന്നും പിശാചിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപടികളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന സ്വർണം, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാവുന്നു. അപ്പം നമ്മളെ വീണ്ടെടുക്കുന്നതിന് ഒരു ചെലവ് വന്നു. ക്രിസ്തു എന്നൊരു വലിയ വില കൊടുത്തു. ആ വില ഏതാ? സ്വന്തം രക്തമാണ് കൊടുത്തത്. അപ്പോൾ ഈ ലോകത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത വിലയാണത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അവൻ എന്താ ചെയ്തത്? കുരിശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. രക്തം കൊടുത്ത് വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അത് നമ്മൾ അഗണ്യമാക്കരുതെന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഏതാ? നമ്മൾ
ഈ ലോകക്കാരല്ല. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്തിരിക്കുക. നമ്മളെ വീണ്ടെടുത്തിട്ട് എന്താ ചെയ്തത്? നമ്മളെ ഒരാളെ പരമേൽപ്പിച്ച്, ആരുടെ കയ്യിലാണ് പരമേൽപ്പിച്ചെന്നറിയാവോ? നമ്മളെ ഒരാളെ പരമേൽപ്പിച്ചിട്ടാണ് കർത്താവ് പോയെ. ആരുടെ കയ്യിലാണെന്നറിയാവോ? പത്രോസ് പുസ്തകൻ്റെ കയ്യിലാണ്. പരമാധികാരമുള്ള പത്രോസിൻ്റെ. പരമാധികാരമുള്ള പത്രോസിനൊന്നും ഒന്നുമില്ല കേട്ടോ. ഞാൻ ഒരാളെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞാൽ നേരിയ തോതിൽ. പത്രോസിന് പരമാധികാരമൊന്നുമില്ല. പറഞ്ഞു ആരുടെ ഇന്ന് ഉറക്കം പറയാം. എന്നേക്കാളും ക്ഷീണം നിങ്ങൾക്ക് വരാൻ പാടില്ല. നമ്മൾ എഴുതും. ഹോളി സ്പിരിറ്റിൻ്റെ കയ്യില്ല. എവിടെ വെച്ചാൽ കൊടുത്തതെന്നറിയാവോ? അത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. പോയി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാം അധ്യായം പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്നാ പറഞ്ഞറിയാവോ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വന്ന് പിന്നെ എന്ത് പറഞ്ഞെന്നറിയാവോ? അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അടുത്തത് ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് വല്ലതും കിട്ടാറുണ്ടോ? ആർക്കും ഓർമ്മയുണ്ടോ? ഈ 50-ാം പെരുന്നാളിൻ്റെ ദിവസം അല്ലാതെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ പറ്റി അറിയാവോ? ഉണ്ടോ? ഇല്ലെങ്കിൽ വി ആർ എവേ ഫ്രം ജീസസ് ക്രൈസ്റ്റ്. വി ആർ എവേ ഫ്രം ദ ഗ്രേറ്റ് സാൽവേഷൻ. ഈ വില കൊടുത്ത സാൽവേഷൻ ഉണ്ടല്ലോ, ആ സാൽവേഷനിൽ നമ്മൾ അകലെയാണെന്ന് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് അടുത്തിരിക്കേണ്ട സമയമാണ്. ഈ സാൽവേഷൻ നമ്മൾ മെനക്കെടുത്തി കളയരുത്, തുച്ഛമായിട്ട് എണ്ണരുത്, നിസ്സാരമായിട്ട് എണ്ണരുത്. ഇതിങ്ങനെ വല്ല ഞായറാഴ്ചയൊക്കെ പോവുക. നമ്മൾ അധികം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലാരെങ്കിലും പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവന് നല്ല കാലമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ. ഞാൻ ഒരിക്കലേ ഒരു പോഷമാഷ എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഈ ആവേശമൊക്കെ പെട്ട് കഴിഞ്ഞ് ഈ വല്യപ്പൻ, ഈ സ്കൂളിൽ പഠിക്കാത്ത വല്യപ്പൻ എന്നെ ഇങ്ങനെ ആവേശപ്പെടുത്തി നിർത്തിയേക്കാണ്. ഞാൻ ഉടനെ ഒരു ദിവസം ഞങ്ങളുടെ പള്ളി വന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു അച്ഛനൊക്കെയാണ്, ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള അച്ഛനാണ്. അച്ഛനോട് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായെങ്കിൽ പ്രാർത്ഥനയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണെന്ന് അച്ഛന് തോന്നി. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു പ്രാർത്ഥനയോഗം തുടങ്ങിയാലോ അച്ഛാ, നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഈ ഞായറാഴ്ച കുർബാനയല്ല, ഒരു പരിപാടി അവിടെ നടക്കും. 700 ചില്ലാനും ആൾക്കാരുമുണ്ട് വീട്ടുകാർ. അപ്പോൾ പറഞ്ഞു, പൗലോസേ ഒരു കാര്യം ചെയ്ത് നിൻ്റെ ഐഡിയ ഒക്കെ എനിക്ക് ഇഷ്ടമായി. ഞാൻ 22 വയസ്സം കണ്ടുള്ളൂ, 23 വയസ്സ് വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നല്ല ഐഡിയ, ഞാനിതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കും, പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുയോഗം കൂടാന്ന് പറഞ്ഞു. അപ്പോൾ നീ ആ പൊതുയോഗത്തിൻ്റെ ഡേറ്റിലൊന്ന് പറഞ്ഞു. എനിക്ക് ഡേറ്റും തന്നു. എനിക്ക് പിന്നെ ചക്കാത്ത വണ്ടി എന്ന് വെച്ചാൽ മെയിൽ വണ്ടിയിൽ എനിക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ എനിക്കൊരു സീറ്റും റിസർവ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും ഈ സീറ്റ് ഉണ്ടാവും മെയിൽ ബസ്സിൽ. മെയിൽ കൊണ്ടുവരുന്ന അന്ന് മെയിൽ വണ്ടിയെ മെയിൽ സ്വരാജ് മോട്ടോറാന്ന്. അതിനകത്ത് നമ്മുടെ ആ കക്ഷിക്കറിയാം, നമ്മുടെ കുര്യാക്കോസ് ചേട്ടനറിയാം ഈ സ്വരാജ് ഓർക്കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങനെ മെനക്കെട്ട് വീട്ടിൽ ചെന്നേ. പിറ്റേ ദിവസം പള്ളിയിൽ ചെന്ന് പൊതുയോഗത്തിന് നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു. അന്നേരം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മാത്തു പാപ്പനുണ്ട്. പുള്ളി സ്വല്പം വിവരമൊക്കെ ഉള്ള മനുഷ്യനാണ്, വലിയ വാദമൊക്കെ നടത്തും, സകല വിഷയത്തിലും പുള്ളിക്കാർക്കുള്ളതാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഏടാ കൊച്ചനെ നീ എന്ത് പ്രാർത്ഥന നടത്താനാണ് ഈ പറയണേ, ഒന്നും അറിയാൻ പാടില്ലാത്ത വീട്ടില്ലേ. പുള്ളി വളരെ ഗംഭീരമായിട്ട് പറയാം, എടാ എനിക്ക് ചിലവ് കഴിഞ്ഞ് ഒരു 10 തവണ വിൽക്കാനായിട്ടുള്ള നെല്ല് എന്ന് വെച്ചാൽ 10 കുടുംബങ്ങൾക്കുള്ള കൊടുക്കാനേ ഉള്ള നെല്ല് വിൽക്കാനുണ്ട്. ഒരു 19 ഏക്കർ റബ്ബർ തോട്ടം കിടപ്പുണ്ട്. പിന്നെ പുള്ളിക്ക് ഉള്ളതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് പറഞ്ഞു. അത് പിന്നെയും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എടാ ചെറുക്കാൻ നീ പറയണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ എനിക്കറിയാവും, ഞാനൊക്കെ പറഞ്ഞാൽ എങ്ങനെ അയക്കാൻ വലിയ പാപാന മുതലാളിയായി പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാനാണ്, നമ്മൾ പലരും ഈ മാതൃചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഒറ്റ കാര്യം അറിയാവുള്ളൂ, എനിക്ക് അത്യാവശ്യമുള്ളതല്ലാണ്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനാ. ഇവിടെയുള്ള അമേരിക്കയിൽ വന്നിട്ട് ഒരച്ഛനൊരാളോട് പറയും, നമ്മുടെ അച്ഛനല്ല കേട്ടോ ഏതായാലും, നമ്മുടെ അച്ഛന്മാരൊന്നും നടന്ന സംഭവിച്ച, അതായത് എന്തിനാടാ ഈ ഒരാളോട് പറഞ്ഞാൽ പുള്ളി ഒരു കക്ഷിയോട്, എന്നും ഈ ആകാശങ്ങളിലിരിക്കുന്ന ബാവ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണം. ഇവിടെ ഇഷ്ടംപോലെ കിടക്കില്ലടാ അമേരിക്കയിൽ. ഇത് അവിടെ വലിയ പ്രസക്തി കാര്യമായിട്ട് പറഞ്ഞാട്ടെ പുള്ളി, ഇത് ഇവിടെ കാര്യമായ പ്രസക്തി ഇല്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞതാ. ആ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്നാ വേണ്ടേ? അതൊന്നും പറയണ്ട. ഞാൻ ആരെയും കളിയാക്കാൻ പറഞ്ഞല്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമ്മളെപ്പോഴും ചെല്ലാറില്ല. ഏതാ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്താ ഈ പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്നാ? അത് പറഞ്ഞിട്ട് ഇനി ഞാൻ പോയിട്ടില്ല വീട്ടില്ല. അത് പറഞ്ഞു ഈ പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോടാ പറയുന്നത്, ഈ സർവശക്തനായ ദൈവത്തോട്, പരിശുദ്ധതയിലുള്ള ദൈവത്തോട് പറയുക, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന്. എന്താ നിങ്ങൾ ഒത്തിരി കാലം ചെല്ലിയിട്ടേ ഇല്ലേ? ഞാനും ചെല്ലി. ഈ അടുത്തിടെ ഇത് മനസ്സിലായത്. ഈ അടുത്തിടെ എന്ന് വെച്ചാൽ ഒരു 2-3 മാസമായോ. എന്താ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിൻ്റെ തിരുനാമം ഇനി പരിശുദ്ധമാക്കണോ നമ്മൾ? പറഞ്ഞാൽ മതി. അപ്പം ഏകദേശം ശരിയാ. കാരണം ഉണ്ട്, നമ്മൾ ആരുടെ നാമത്തിൽ വിളിക്കപ്പെട്ടവരാ? ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവുടെയും നാമത്തിൽ ഗീവർഗീസ് നിത്യജീവനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അച്ഛന്മാർ ചെല്ലണം ആ മാമോദിസ സമയത്ത്. അപ്പോൾ പിതാവിൻ്റെ നാമം നമ്മുടെ നെറ്റിക്ക് അടിച്ചേക്കണത്. അവിടെ ജീവോത്സവത്തിൽ പേര് വിട്ടിട്ടുണ്ട്. ഏതാ? ഗീവർഗീസ് നിന്ന്, അല്ലെങ്കിൽ പൗലോസ് നിന്ന്, അല്ലെങ്കിൽ കോശി നിന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ? ഈ നാമത്തിനനുസരിച്ചല്ല ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നാമം മാഞ്ഞു പോവല്ല, ഈ വിളിക്കില്ല. ഇപ്പം ആ നാമത്തിൽ തന്നെ വിളിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ പലരുടെയും ഗീവർഗീസിന് പേരിട്ടാലും ആ കൊച്ചിന് ഗീവർഗീസിന് പേരുണ്ടെന്നുള്ള കാര്യം പോലും കൊച്ചിന് അറിയാമായിരിക്കില്ല. അവിടെ കുറച്ച് നന്മയൊക്കെ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാലും കർത്താവ് വിളിക്കുമ്പോൾ ഈ പഴയ ഇവിടുത്തെ പേര് അറിയാവില്ല കർത്താവിൻ്റെ, അവിടുത്തെ പേരെ വിളിക്കുകയുള്ളൂ. ജീവോത്സവത്തിലുള്ള പേര് നോക്കിയല്ലേ വിളിക്കണേ. അപ്പോൾ ആ പേര് മാറ്റേണ്ട സമയം കഴിഞ്ഞു. എഴുതാ പള്ളിയിലിട്ട പേര് വേറൊന്നായിട്ട് മാറ്റുന്ന പരിപാടി നിർത്തേണ്ട. ഇത് സന്ദർഭവശാ പറഞ്ഞുള്ളൂ കേട്ടോ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇതാര് പറഞ്ഞാന്നറിയാവോ? ഇതിനൊരു വ്യാഖ്യാനം പറഞ്ഞാലറിയാവോ? ആരാ പറഞ്ഞറിയാവോ? നമ്മുടെ കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഗ്രീഗോറിയോസ് എന്ന് പറഞ്ഞൊരു പരിശുദ്ധ പിതാവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐ വിൽ ഡു many important things. The most important of them is to glorify the name of my heavenly Father, because his name is called upon me. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതേതാ? എൻ്റെ നാമം പിതാവിൻ്റെ നാമത്തോട് ചേർന്നുള്ള അവനാണ് എനിക്ക് ഈ പേര് തന്നത്. അവൻ്റെ നാമത്തിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ എവിടത്തെയാ? എൻ്റെ ഒരു വീട്ടുപേര് പറഞ്ഞാൽ നമ്മളെല്ലാവരും നാട്ടിൽ ആ ചെറുക്കൻ, അവിടുത്തെ ചെറുക്കൻ, ആ മാറാശ്ശേരിയിലെ. ഇവിടെ ആരും മാറാശ്ശേരി ഇല്ലോ അല്ലേ? അവിടുത്തെ എന്ന് പറയാം. അപ്പോൾ അവൻ ഒരു മഹിമയുണ്ട്. ആ മാറാശ്ശേരി എന്നുള്ള നാമം അവൻ ഒരു പ്രഷ്യസായിട്ടാണ് കൂട്ടണം. അത് ചീത്തയാക്കാൻ അവന് പ്ലാനില്ല. അതുപോലെ ഇതാരാ? ഈ സ്വർഗസ്ഥനായ പിതാവുണ്ടല്ലോ, ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്, നമുക്ക് രക്ഷ നൽകിയവനാണ്. അപ്പോൾ ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ ഇങ്ങോട്ട് അയച്ചതാണ്. അത് ഇവിടെ സ്വീകരണം വാങ്ങിപ്പിക്കാനല്ല അയച്ചത്. എന്തിനാ വേണ്ടിയിട്ടാണ്? ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ ഇവിടെ മഹിമപ്പെടാനല്ല വിട്ടത്, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കാനാണ് വിട്ടത്. ആ കൊടുക്കുകയും ചെയ്തു. അത്ര മഹാനായ പിതാവാ, സ്വന്തം മകനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നതാണ്. ആ പിതാവിൻ്റെ നാമമാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അപ്പം ഈ ഓരോ പ്രാർത്ഥനയ്ക്കും അത് മാത്രമല്ല, ഈ മൺകട്ടയാ അദ്ദേഹം പറഞ്ഞ ഈ മൺകട്ടയ്ക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം തന്നു. എപ്പോഴാണ്? ഈ മാമോദിസം മൂലം കിട്ടിയത്, ഈ രക്ഷ മൂലം കിട്ടിയത്. അയാൾ പിതാവേ എന്ന്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള പവർ, അതൊരു വലിയ മഹത്വമില്ല. അത് ഈ ലോകത്തിൽ വേറെ ആരും കിട്ടിയിട്ടില്ലാതെ. നാരായണൻകുട്ടി എന്ന് പറയുന്ന മഹാൻ എത്ര ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ആ പുള്ളിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന്, പിതാവായ ദൈവത്തെ വിളിക്കാറുണ്ടോ? വിളിക്കാനുള്ള പവറില്ലേ അവർക്ക്? ഇപ്പം ഞാൻ വെറുതെ സങ്കല്പിച്ചാട്ടോ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പാവപ്പെട്ട ഈ കക്ഷിക്ക്, അവൻ പട്ടിണിയാണെങ്കിലും അവന് സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, കടമയുണ്ട്, വിളിക്കുകയും ചെയ്യണം. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി ആർ ഇൻഡയറക്ട്ലി സേയിങ് ക്ലെൻസ് മീ അക്കോർഡിംഗ് ടു യുവർ നെയിം. നിന്റെ നെയിമിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ നെയിം എന്നെ നീ വിശദീകരിക്കണമേ എന്നാണ് പറഞ്ഞത്. അതുപോലെ കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 6:6 എന്നാ പറഞ്ഞെന്നറിയാവോ? നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയല്ല അറയടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അറയടയ്ക്കണമെന്ന് പറഞ്ഞു. അറയുണ്ടാക്കാൻ പോകാൻ പറ്റുമോ? അപ്പോൾ അല്ലെങ്കിൽ ശരി വീടിൻ്റെ വാതിൽ നിന്ന് വിചാരിച്ചോ? അറയടച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? 6:6 ഈസിയാണ് ഓർക്കാൻ. 6:6 അറയടച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നമ്മുടെ നമ്മുടെ ഒറിജാനോസ് അഡമാറ്റിയോസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. അദ്ദേഹം 186,
53 ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു മഹാനായൊരു പിതാവ്, വളരെ ശക്തനായ പിതാവ്. പൗലോസപ്പോസ്തലന് ശേഷം നമ്മുടെ തിയോളജിക്ക് അന്ന് വരെയുള്ളതിൽ ഏറ്റവും സമുന്നതമായ സംഭാവന നടത്തിയ പിതാവ്, ഒരു രക്തസാക്ഷി അദ്ദേഹം. അധികമുള്ള ഇനി ഒത്തിരി പറയാനുണ്ട് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം എന്താണെന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു അറ അടയ്ക്കണം. അറ അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ അടച്ചു കഴിഞ്ഞാൽ എന്താ, ബാഹ്യലോകമായിട്ടുള്ള സകല ബന്ധവും അവിടെ വെച്ച് അവസാനിക്കും. അപ്പോൾ അറയിലുണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? രണ്ടർത്ഥം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മുടെ ജനലുകളും വാതിലും ഒക്കെ അങ്ങ് അടച്ചാൽ മതി. നമ്മുടെ ജനലും വാതിലും ഏതാ? ഒന്ന് കണ്ണങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം റെഡിയായി. അതിനും വിഷമമായി ഏതാ? ചെവി. കണ്ണും ചെവി അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോർക്കിട്ട് അടയ്ക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ പരിശീലനം കൊണ്ട് ഈ ലോകത്തിൻ്റെ ശബ്ദവും ഇതിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് കണ്ണടച്ചാലും ചെവി അടച്ചാലും ഫിസിക്കലായിട്ട് അടച്ചാലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മനസ്സിലെ കണ്ണുകൊണ്ടും മനസ്സിൻ്റെ വിവേചന ശക്തി കൊണ്ടുമൊക്കെ അതും അടക്കണമായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം അടച്ചിട്ട് പിതാവായ ദൈവം, രഹസ്യത്തിലുള്ള പിതാവിനോട് സംസാരിക്കണമെന്നേ. എന്നിട്ടാണ് പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞ്. ഇതെല്ലാം അറിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേരെങ്കിലും കൂടിയത്. ഈ കൂടിയ ആളുകൾ ഇനി ഒരു കടമയും കൂടിയായി. ഈ അതല്ലെങ്കിൽ ഇനി നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ കുമ്പസാരത്തിന് പറയണം ഞാനിങ്ങനെ ചെയ്തില്ല എന്ന്. ഇത്രയും നാളും ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവ് എന്ന് പറയാറുണ്ട്. ഇനി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അറ അടച്ച് രഹസ്യത്തിലുള്ള കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും നിൻ്റെ തലയ്ക്കകത്തും മനസ്സിനകത്തും ആത്മാവിനകത്തും വരാതെ ഈ രക്ഷകൻ, ഇത്ര വലിയ രക്ഷ തന്ന ആ രക്ഷകനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഒന്നോടെ ഉണ്ട് നമുക്ക് ശത്രു. അവൻ്റെ പേരെന്നാണെന്നറിയാവോ? അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആരാന്നറിയാവോ? ജഡം. ഈ ജഡേ, ഈ ശരീരേ, നമ്മൾ പറഞ്ഞില്ലേ 3 പാർട്ടി: ശരീരം, ആത്മാവ്, ശരീരം, ജീവൻ, ആത്മാവ്. ഇതിലെ ഈ ജഡം വളരെ പെശകനാണ്. ഇവനൊരു ചേർന്ന് നേച്ചറുണ്ട്. നമ്മുടെ അഗസ്റ്റിൻ പറഞ്ഞ പോലെ നമ്മൾ ഈ നമ്മുടെ പാവം ഉണ്ടല്ലോ, ഈ പാവം എവിടെ നിന്നാണ് കിട്ടിയത്? ആദാമിൽ നിന്നാണ്. ഇതെന്നിട്ട് ജന്മഭാവമായിട്ട് നമ്മളിലേക്ക് വരും. ആര് പറഞ്ഞത്? അഗസ്റ്റിൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ പറയല്ല കേട്ടോ. സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കക്ഷി 354 430 ഇടയ്ക്ക് ജീവിച്ചിരുന്ന ആളാണ്. ലാറ്റിൻ പിതാക്കന്മാരിൽ, റോമിലെ പിതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റിയ ഒരു മണ്ടത്തരാണത്. പക്ഷെ അതിന് കാരണമുണ്ട്. കർത്താവാകട്ടെ, അപ്പസ്തോലന്മാരാകട്ടെ, അന്ന് വരെയുള്ള അപ്പസ്തോലി പിതാക്കന്മാരാകട്ടെ, പാട്രിസ്റ്റിക് ഫാദേഴ്സ് ആകട്ടെ എന്ന് പറഞ്ഞാൽ നിഖ്യാ സിനോദോസ് വരെയുള്ള പിതാക്കന്മാരാണ് പാട്രിസ്റ്റിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഇവരാരും പറയാത്ത ഒരു കാര്യമാണ് അത്. ആരാ? ഈ ജന്മഭാവം നമ്മൾ പേറ്റുപാടി നടക്കുമായിരുന്നു. കുറേ കാലം പോർച്ചുഗീസുകാർ നമ്മളെ ഭരിച്ചു 100 കൊല്ലത്തെ കാലത്തോളം. അതിൻ്റെ അനന്തരഫലമായിട്ട് ഇത് നമ്മുടെ തലയ്ക്കകത്ത് ഇവന്മാർ കുത്തിവെച്ചു. നമ്മുടെ പിതാക്കന്മാരാരും ജന്മഭാവത്തെ പറ്റി പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിക്കുന്ന കാത്തോലിക്ക സഭയും അതിൽ നിന്ന് പൊട്ടിത്തിരിഞ്ഞു പോയ പ്രൊട്ടസ്റ്റന്റ് സഭകളും. അതവിടെ നോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യേണ്ടതെന്നാൽ നമുക്കിതിൽ നിന്ന് വന്നതെന്നറിയാവോ? ഈ പാപത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയത് പാപത്തിൻ്റെ നേച്ചറാണ്. അതുണ്ട് ഈ ജഡത്തിന്. നമ്മുടെ ഒരു അനാലജി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാദൃശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലുള്ളവർക്ക് അറിയാം. സൈഡ് വലിയുള്ള സൈക്കിൾ കണ്ടിട്ടില്ലേ? സഞ്ചരിച്ചില്ലേ ആണുങ്ങളെല്ലാവരും? സൈഡ് വലിയുള്ള സൈക്കിളെ പോയി ഒരു വശത്തേക്ക് വലിച്ചു പോകും. അതുപോലെ ഇവിടെയാണെങ്കിൽ പറയും നമ്മുടെ അലൈൻമെൻറ്റിലുള്ള കാറില്ലേ, അലൈൻമെൻറ്റ് മോശമായി കഴിഞ്ഞാൽ വണ്ടി ഒരു വശത്തേക്ക് വലിച്ചു പോകും. ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടോ അലൈൻമെൻറ്റ് മോശമായ വണ്ടി? ആ വണ്ടിയിൽ ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ കൺട്രോളിന് എതിരെ അല്ലെങ്കിൽ എതിരെ വർക്ക് ചെയ്യാവൻ അവൻ്റെ വശത്തേക്ക് വലിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ശരീരത്തിന് പാപം ചെയ്യാനുള്ള ഒരു നേച്ചറുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് പാപ സ്വഭാവം എന്ന് പറയുക. അതിന് ഇൻക്ലിനേഷൻ ടു സിൻ, പാപം ചെയ്യാനുള്ള ആസക്തി. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണ് പോകുകയെന്നുണ്ടെങ്കിൽ 75 വയസ്സായ കളവനാണെങ്കിലും അങ്ങോട്ട് ഒന്നുകൂടെ നോക്കും. കാണുന്നതിന് കുഴപ്പമില്ല കേട്ടോ, കാണുന്നത് യാതൊരു കുഴപ്പമില്ല. ചിരിക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറഞ്ഞതാ. നമ്മൾ കാണുന്നതിന് കുഴപ്പമില്ല, നോക്കുന്നത് കുഴപ്പമാണ്. നോക്കുമ്പോഴത്തേക്കും വേറെ സ്റ്റേജായത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞതാ. കാണുന്നത് ഓക്കെ,
കർത്താവ് എന്നാ പറഞ്ഞു? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വിചാരം ചെയ്യുന്ന പറഞ്ഞത്. കാണുക എന്നുള്ളത് സ്വാഭാവിക, നാച്ചുറലാണ്. അത് എല്ലാ വിശ്വാസികൾക്കും കാണാം. എനിക്ക് എല്ലാ പെണ്ണുങ്ങളെയും കാണാം. അതേസമയം ഞാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സംഗതി മാറി. ഇത് അവിടെ നിന്നും പോയി. ഇത് അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ എന്താവുമെന്നറിയാവോ? ആരാ ഉറങ്ങണേ? ഒരാൾ ഉറങ്ങണ്ടല്ലോ, കണ്ടു ഞാൻ. ഞാൻ പറഞ്ഞു വന്നത് അടുത്ത സ്റ്റേജ് എന്നാണെന്നറിയാമോ? അടുത്ത സ്റ്റേജ് നടക്കുന്നത് നമ്മുടെ അപ്പസ്തോലൻ പറയുന്നുണ്ട്. ഈ കാണൽ കഴിഞ്ഞ് നോട്ടം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്നറിയാവോ? അപ്പം നമ്മുടെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പോൾ ആദ്യം കാണുന്നു, പിന്നെ നോക്കുന്നു, പിന്നെ മോഹിക്കുന്നു, പിന്നെ പാപമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മരണത്തെ പ്രസവിച്ച് അത് നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞു ജഡത്തിൻ്റെ അവനിങ്ങ് പോവാതെ. ഇപ്പം ഇവിടെ നിന്ന് ഒരു സംഗതി കേട്ടോ, 90 ഡിഗ്രി ക്രിസ്ത്യൻ ലെവലായിട്ട് പോകേണ്ട ഒരു വണ്ടിയാന്ന് വിചാരിച്ചോ, അത് ഒരു 4 ഇഞ്ച് ആ സ്റ്റീറിൽ തിരിച്ചു വെച്ചാൽ ഉണ്ടല്ലോ, അവൻ അത്യാവശ്യത്തിന് പെട്രോൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു 2 മണിക്കൂർ ഒരു വലിയ മൈതാനാന്ന് വിചാരിച്ചോ, 1 മണിക്കൂർ ഓടുകയാണെങ്കിൽ ഈ നേരെ പോകുന്ന ലൈനും അങ്ങനെ ഇതുമായിട്ട് ഒരു 250-300 മൈലിൻ്റെ അകലം വരും. ഞാൻ പറഞ്ഞു കാര്യം ചെയ്തേ ഉള്ളൂ. ഈ നേച്ചർ ഉണ്ട് നമ്മുടെ എന്തിന്, നമ്മുടെ ജഡത്തിന്. അപ്പോൾ ഈ ജഡത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൺട്രോൾ ചെയ്യണ പാർട്ടി ആരാ? നമ്മുടെ മനസ്സും നമ്മുടെ പറഞ്ഞു എനിക്ക് നമ്മുടെ മനസ്സും ആത്മാവും. ഇത് ആരാളുള്ളതാണ്? ഇത് സംസ്കരിക്കപ്പെട്ടതാണ്. ഏതുകൊണ്ടാ? യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമായിട്ട് താതാത്മ്യം പ്രാപിച്ചായിരിക്കണം ഇത്. ഏതാ? നമ്മുടെ മനസ്സും ആത്മാവും. എന്നാലേ ഇവന് നേരെ കൊണ്ടാൻ പറ്റുള്ളൂ. റോമാലേഖനം 8:5 മുതൽ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു കാര്യം വായിക്കുന്നുണ്ട്. എന്താ? ജഡത്തിൻ്റെ സ്വഭാവം, ജഡസ്വഭാവം ആത്മാവിനും ആത്മസ്വഭാവം ജഡത്തിനും എതിരാന്ന്. അപ്പോൾ ഇത് നമ്മളിൽ തന്നെ ഒരു ശത്രു എടുക്കുക. ജഡത്തിന് പാപം ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പ്രാപിച്ച നിത്യജീവനും നിത്യജീവനാൽ പരിപോഷിക്കപ്പെടുന്ന ആത്മാവിനും ആത്മാവിനാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ജീവനും എന്താ ആവശ്യം? പാപം ചെയ്യരുതെന്ന്. പക്ഷെ ഇവൻ്റെ ആഗ്രഹം എങ്ങോട്ടാ? വേറെയാ. അവനിവനായിട്ടുള്ള സമര ഏതാ? ജഡവും ആത്മാവും നമ്മളിൽ തന്നെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പൗലോസപ്പോസ്തലൻ 8-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 8:13 ഒരു കാര്യം പറയുന്നുണ്ട്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഒന്നോടെ പറഞ്ഞു, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. നമ്മൾ ഈ കർത്താവ് കഷ്ടപ്പെട്ട് നമുക്ക് സൗജന്യമായി തന്ന ഈ ഭയങ്കര രക്ഷയുണ്ടല്ലോ, വലിയ രക്ഷ. ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ പ്രക്രിയ നടന്നാൽ മാത്രമേ ഈ കർത്താവിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വണ്ടി നിന്നു പോകും. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. അതിന് നമുക്ക് സംഗതിയാകട്ടെ. ഇനിയും ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇപ്പം രക്ഷ ഒരു ഭാഗമേ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുവാണെന്ന് വിചാരിക്കും. മരിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് കേട്ടോ. മരിക്കുമ്പോൾ ഗുണം തന്നെ. എല്ലാവരും കിടന്ന് കരയുക, അത് ഗുണമല്ല അല്ലേ? മരിക്കുമ്പോൾ 2 ഗുണമുണ്ട്. ഒരു കാര്യം എന്താ പറയാമോ? ചിരിക്കാൻ പറഞ്ഞല്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഗുണമുണ്ട് ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഹീ കനോട്ട് ഡു എനി സിൻ. പാപം ചെയ്യാൻ പറ്റുകയില്ല. പറ്റുമോ? മരിച്ചാൽ പിന്നെ പറ്റുമില്ലല്ലോ. അപ്പം നമ്മൾ മരിക്കുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതാ നമ്മുടെ ചില ദേശങ്ങളിലൊക്കെ ഈ നമ്മുടെ ഈ കേരളത്തിൽ കാണിക്കുന്ന ബഹളവും വെപ്രാളവും ഒന്നുമില്ല. എവിടെയാ? നമ്മുടെ സീമയിലൊക്കെ അവർ ഏകദേശം സന്തോഷമായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നത്. കാരണം അപ്പസ്തോലൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് ലാഭകരം.